അതെ, അതിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഇതിൽ പിന്നെ എൻ്റെ ക്യാരക്ടർ പറഞ്ഞപ്പോഴും ഇല്ലെങ്കിൽ ഞാൻ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും പിന്നെ ഒരുപാട് നമുക്ക് അതിൽ ഇംപ്രവൈസ് ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളൊരു സിനിമയായിരുന്നു. നല്ല സിറ്റുവേഷൻസ് ഉണ്ട്, അതിൽ മാത്രമേ നമുക്ക് ഇംപ്രവൈസേഷൻ നടക്കൂ. അല്ലാതെ ബ്ലാങ്ക് ഒരു ഇത് കൊണ്ടുവന്നിട്ട് കോമഡി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള നല്ല പിന്നെ വഴികളുണ്ടായിരുന്നു, സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ട്. ഇപ്പോൾ ഡയറക്ടറുടെ ആയാലും തിരക്കഥാകൃത്തിനോടെ ആയാലും ഞാനിങ്ങനെ പറയും, ചേട്ടാ ഈ സാധനം ഓക്കെ ആണോ? അപ്പോൾ അത് കറക്റ്റ്, അത് ഇതിൽ ചേരും, ഇത് കറക്റ്റാണ് എന്ന് പറയാം. അങ്ങനെ ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെയും ഹ്യൂമറിൻ്റെ കാര്യത്തിൽ ഞാൻ മാക്സിമം എന്നാൽ കൊണ്ട് കഴിയുന്ന എല്ലാ നമ്പറുകളും പറഞ്ഞിട്ടുമുണ്ട്. അതെല്ലാം ഡയറക്ടർ വച്ചിട്ടുമുണ്ട്. ഒരു കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് ഈ കസിൻസ്. അല്ല, ഒരു ക്യാരക്ടറിൽ നിന്നുകൊണ്ടുള്ള കോമഡി. ഇപ്പോൾ നല്ലൊരു ക്യാരക്ടറാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലാതെ നായകനോടൊപ്പം ഇല്ലെങ്കിൽ നായികയോടൊപ്പം ഒക്കെ കോമഡിയും പറഞ്ഞ് നടക്കുന്ന കുറച്ച് കഴിയുമ്പോൾ അതപ്പം കണ്ട് ചിരിക്കും. പക്ഷേ ഒരു നടൻ എന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതൊരു ക്യാരക്ടറിൽ നിന്നുകൊണ്ട് ഹ്യൂമർ പറയുമ്പോഴും ഒരു ക്യാരക്ടർ മനോഹരമായിട്ട് അവതരിപ്പിച്ച് ബലിപ്പിക്കുമ്പോഴുമാണ് ഒരു മനസ്സിന് നല്ലൊരു സുഖം. അപ്പോൾ അത്തരത്തിൽ എനിക്ക് കിട്ടിയ ഒരു നല്ല ക്യാരക്ടറാണ് പോളി എന്ന ഈ കസിൻസിലെ ക്യാരക്ടർ. എന്നെ തീരുമാനിച്ച എല്ലാവരോടും, ഒന്ന് ഡയറക്ടറായിരിക്കുമല്ലോ അതിൻ്റെ അന്തിമ വിധി നിർണയം, പിന്നെ തിരക്കഥാകൃത്ത്, അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ മുൻകാല സിനിമകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈശാഖിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള എല്ലാ സിനിമകളിലും, പോക്കിരി രാജ തൊട്ട് കസിൻസ് വരെ എല്ലാ സിനിമകളിലും അഭിനയിച്ച, അതിനൊരു ഭാഗ്യം കിട്ടിയ ഒരു കലാകാരൻ കൂടിയാണ് ഞാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഷാജോൺ ആയാലും എല്ലാവരും ഇതിൻ്റെ ഒരു കൂട്ടായ്മ തന്നെയാണ്. ഇപ്പോൾ ഷാജോണ് പറയാൻ പറ്റുന്നൊരു ഹ്യൂമറാണെങ്കിൽ ഞാൻ പറയും, ഷാജോൺ അത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രസകരമായിരിക്കും, നിനക്ക് ഓക്കെ ആണോ? അത് കറക്റ്റാണല്ലോ എന്ന്. ഇപ്പോൾ എനിക്കായാലും ഷാജോൺ ഇങ്ങോട്ട് പറഞ്ഞു തരും, അല്ലെ ഇതൊന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെ ഒരു കൂട്ടായ്മ. അല്ലാതെ പിന്നെ എനിക്ക് നന്നാവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കഥയില്ല. നമുക്ക് ഒരുമിച്ച് നന്നാവണം. ഒരു സിനിമ നന്നായെങ്കിലേ നമുക്ക് എല്ലാവർക്കും ഗുണമുള്ളൂ. അപ്പോൾ ആ ക്യാരക്ടറിന് പറയേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഇതിൽ തന്നെ ജോജ് പറയുന്ന ഹോസ്പിറ്റൽ സീക്വൻസിലൊക്കെ പിന്നെ ഞാൻ ചില നമ്പറുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തിയേറ്ററിൽ കിട്ടുന്ന ആ കയ്യടി വരുമ്പോൾ എനിക്കാണ് അതിൻ്റെ സന്തോഷം. കാരണം ഞാൻ പറഞ്ഞതൊന്നും പാഴായി പോയില്ലല്ലോ, അത് പ്രേക്ഷകർ നന്നായിട്ട് കൈയടിച്ച് സ്വീകരിക്കുന്നുണ്ടല്ലോ, അത് കിട്ടുമ്പോഴാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ന്യൂ ഇയർ എനിക്ക് സ്റ്റേജ് ഷോ എന്ന് പറയുന്നത് അതെൻ്റെ ഒരു എൻ്റെ ജീവവായു എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റേജ് ഷോ, അതുപോലെ തന്നെ കോമഡി അവതരിപ്പിക്കുക, കോമഡി ചെയ്യുക. സിനിമയിൽ ശരിക്കും സ്റ്റേജ് ഷോ എന്ന് പറയുന്ന സ്പോട്ടിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി വാങ്ങാം. ഇത് എന്നും ജനം ഓർത്തിരിക്കും. ഈ സിനിമ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കോമഡികൾ ഞാൻ മരിച്ചാലും വരും തലമുറകൾക്കും ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അടൂർ ബാസി സാറ്, പിന്നെ അമ്പിളി ചേട്ടൻ, അതിനു മുമ്പുള്ള ആൾക്കാർ, അവരുടെയൊക്കെ കോമഡികൾ കണ്ടിട്ടാണ് നമ്മളും ഇത് ഇഷ്ടപ്പെടുന്നത്. കോമഡി ഇത്രത്തോളമൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൽ അതിമനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷം തന്നെയാണ്. പിന്നെ ക്രിസ്മസ് എനിക്ക് ഇനിയിപ്പോൾ ന്യൂ ഇയറിന് തൃശ്ശൂർ ഷോ ഉണ്ട്. അപ്പോൾ ന്യൂ ഇയർ ഷോ ആ ദിവസം കിട്ടുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അല്പം ചിരിക്കാൻ പറ്റുന്ന അവസരമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് മെനക്കെടും ചിരിച്ചിരിക്കും. കാര്യം നമുക്ക് എല്ലാവർക്കും ദുഃഖങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ കിട്ടുന്ന അവസരം നന്നായിട്ട് ചിരിക്കും. അത് സ്റ്റേജ് ഷോയിലാണെങ്കിൽ പോലും ഇത്രയും ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുമ്പോൾ അതിൽ ഞാൻ വലിയൊരു ആനന്ദം കണ്ടെത്തും. എനിക്ക് ചിരിപ്പിക്കാൻ സാധിച്ചല്ലോ. അതുപോലെ തന്നെ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ഇറങ്ങുന്ന എൻ്റെ സിനിമകളിലും അന്ന് അതൊന്നും ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലല്ലോ. ഇത് ഇറങ്ങാൻ നേരത്ത് മാത്രമേ നമുക്കറിയാവൂ ഇത് മറ്റുള്ളവർ കാണുമ്പോൾ കൈയടിച്ച് ചിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം. അത് ഈ ക്രിസ്മസിന് നേരത്തെ തന്നെ നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് വർക്ക് ചെയ്ത കസിൻസ് തിയേറ്ററിലെത്തി ജനങ്ങൾ ആ കോമഡികൾ കണ്ട്, ഇല്ലെങ്കിൽ ആ കൗണ്ടർ കണ്ട്, ഇല്ലെങ്കിൽ ആ സിറ്റുവേഷനൊക്കെ കണ്ട് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് ഇത്രയും കൈയടിക്കുമ്പോൾ ഒരു വലിയ ആനന്ദവും ഭയങ്കര സന്തോഷമാണ്. ക്രിസ്മസിന് എനിക്ക് എൻ്റെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് തന്നെയാണ് കസിൻസ്.